ലഭിച്ച നീ അല്ലാതെ ആരും ഇതുവരെ അറിയാത്ത ഒരു കല്ല്. ആ കല്ല് എന്നാ കല്ലാന്നറിയാമോ? വെള്ളക്കല്ല്. അത് ഇതുവരെ ആരും കണ്ടിട്ടില്ല, ആർക്കും അറിയത്തില്ല. അത് എനിക്കാ ലഭിക്കുന്നതെങ്കിൽ അതെനിക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ. ഓഹോ, ഈ പുരാതന കാലത്ത് കോടതി വിധി വരുമ്പോഴേ ഒരു കേസ് വന്നു. ഒരുത്തിന് കേസ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് കോടതി വിധിച്ചു. ഒരു 3-4 ഹിയറിങ്സിന് അങ്ങ് വിട്ടു. അപ്പൊ ഒരു 4-5 മാസം ഈ കേസ് ഇങ്ങനെ ഓടിക്കഴിഞ്ഞപ്പോൾ 5 മാസം കഴിഞ്ഞു. കേസിന്റെ പര്യവസാനം ഈ ആള് അല്ലെങ്കിൽ ഈ മനുഷ്യൻ നിരപരാധിയാണെന്ന് കോടതി എന്ത് ചെയ്തു? ബോധ്യം വന്നു. അപ്പം കോടതി എന്തോ പറയും? കൊണ്ട് തൂക്കിക്കൊല്ലാൻ പറയോ? ഇല്ല. എന്തോ പറയുന്നേ? തൂക്കാൻ കൊണ്ടുവന്നതാ. പക്ഷെ തെളിഞ്ഞു വന്നപ്പോ ഇവൻ ആരല്ല, കുറ്റക്കാരൻ അല്ല. അപ്പൊ പുരാതന കാലത്ത് എന്ത് ചെയ്യുന്നറിയാമോ? ഈ കാലഘട്ടത്തിൽ ഒരു കുറ്റവാളിയെ കൊണ്ടുവന്നിട്ട് കോടതി വിധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് തെളിവൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഇവൻ തെറ്റുകാരനല്ല എന്ന് കണ്ട് ഇവനെ തിരിച്ചു വിടുവാണെങ്കിൽ പറയും, ഇത്ര IPC നമ്പർ അനുസരിച്ച് ഇവൻ ചെയ്ത തെറ്റ്, നിരപരാധി തെറ്റുകാരനല്ലാത്തത് കൊണ്ട് കോടതി എന്ത് ചെയ്യുന്നു? ഇവനെ വെറുതെ വിടുന്നു. ഇത് കേട്ടപ്പോൾ ഇവൻ ഇറങ്ങി ഓടി വീട്ടിൽ പോകാൻ പറ്റത്തില്ല. ഫൈനൽ ആയിട്ടില്ല. ഇപ്പോഴത്തെ രീതി അനുസരിച്ച് ഫൈനൽ ആയിട്ടില്ല. എന്തിനറിയാം? അവൻ അവിടെ നിൽക്കണം. അവനവിടെ നിന്നിട്ട് കോടതി എല്ലാം കഴിഞ്ഞിട്ട് ഈ വക്കീലിന്റെ ഓഫീസിൽ ചെല്ലണം. എന്തിനറിയോ? അവിടെ ഒരു ഫയലുണ്ട്. ആ ഫയലിൽ ഇവൻ എന്ത് ചെയ്യണം? സൈൻ ചെയ്യണം. സൈൻ ചെയ്തിട്ട് അതിന്റെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇവൻ വീട്ടിൽ പോവാൻ. അല്ല, കോടതി പറഞ്ഞുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. അത് വാക്കാലെയാ. നിയമപരമാണെങ്കിൽ ആ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ കോടതിയുടെ ബുക്കിനകത്ത് എന്ത് ചെയ്യണം? രജിസ്റ്ററിനകത്ത് സൈൻ ചെയ്യണം. അത് അവിടെ ക്ലോസ് ചെയ്യണം. രാമൻ പറഞ്ഞേ അങ്ങനെയാ. പക്ഷെ പുരാതന കാലത്ത് സൈൻ ചെയ്യല്ല ചെയ്യുന്നേ. ഞാൻ വായിച്ചതനുസരിച്ച് പുരാതന കാലത്ത് ഒരുത്തനെ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ കോടതിയിൽ നിന്ന് പോകുമ്പോൾ ഇവന്റെ കയ്യിൽ വെള്ളക്കല്ല് കൊടുത്തുവിടും. ഇത് കോടതി കൊടുത്തുവിടുന്ന കല്ല. എന്താണ് വെള്ളക്കല്ല് എന്ന് പറഞ്ഞാൽ? ഈ വെള്ളക്കല്ലുമായിട്ട് ഇവൻ കോടതിയിൽ നിന്ന് ഇറങ്ങി വെളിയിൽ വന്നാൽ വെളിയിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാകും എന്ത്? ഇവൻ കുറ്റക്കാരൻ, ഇവൻ ആരല്ല, ഇവൻ കുറ്റക്കാരൻ അല്ല, ഇവൻ നിരപരാധിയും എന്ത് ചെയ്യുന്നു? നീതിമാനാണ്. ഇവനെ വെറുതെ കോടതി എന്ത് ചെയ്തിരിക്കുന്നു? വിട്ടിരിക്കുന്നു. അതിന് തെളിവെന്താ? ഇവന്റെ കയ്യിലെന്തോ ഉണ്ട്? ഒരു വെള്ളക്കല്ലുണ്ട്. അതേ അർത്ഥത്തിൽ പറയുക, നീ ജയിച്ചാൽ കോടതി നിന്റെ കയ്യിൽ എന്നാ തരും? പക്ഷെ ഈ കല്ലിന് പ്രത്യേകതയുണ്ട്. അതില് നിന്റെ പേരെന്ത് ചെയ്യുക? കൊത്തി വെച്ചിരിക്കുക. അതെന്തിനാ കൊത്തി വെച്ചേക്കുന്നേ? നിന്റെ കയ്യിൽ നിന്ന് ഇനി ആരും അത് തട്ടിപ്പറിക്കരുത്. ഇന്ന് രാവിലെ ആത്മാവി പറയാ, നിന്റെ പേരെഴുതി വെക്കുന്ന ഒരു സമയമുണ്ട്. ഒരാമൻ പറ, നിന്റെ പേരെഴുതി വെക്കുന്ന ഒരു സമയമുണ്ട്. ആ കല്ല് നിന്റെ കൈ കിട്ടും. ആ കല്ല് ആരുടെയോ കല്ലല്ല, മാറിപ്പോകത്തില്ല. നിന്റെ പേരുണ്ട് അതില്. എന്റെ ദൈവം പേരറിയുന്നവനാ. നീ ഇരിക്കുന്ന സ്ഥലം അറിയാമെങ്കിൽ, നീ ഇരിക്കുന്ന സ്ഥലത്ത് സാത്താന്റെ സിംഹാസനമാണെന്ന് അറിയാമെങ്കിൽ നിന്റെ പേരും അവനറിയോ. ഹല്ലേലൂയ.